പക്ഷേ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ അതിൽ വമ്പൻ രാജ്യങ്ങളൊക്കെയുണ്ട്, പക്ഷെ ഇന്ത്യ ഇല്ല എന്നുള്ളതാണ് ഒരു നിരാശാജനകമായ ഒരു വസ്തുത. അതാണ് നെഹ്റു പണ്ട് ചെയ്ത ഒരു മണ്ടത്തരമാണ്. ഇപ്പൊ റഷ്യ ഇന്ത്യക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ്. എന്താണ് പക്ഷേ സംഭവം? തീർച്ചയായിട്ടും അത് കാലത്തിന്റെ ഒരു ആവശ്യമാണ്. പണ്ട് ഈ ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കിയ കാലത്ത് തന്നെ അന്ന് ഈ ഒരു അമേരിക്കൻ ഒമ്പത്തരോ അമേരിക്കയുടെ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യയെ വേണമെങ്കിൽ കൂടെ ചേർക്കാൻ അന്ന് തന്ത്രപരമായ ശ്രമം നടത്തിയതാണ്. പക്ഷെ അമേരിക്കയുടെ തന്ത്രമായതുകൊണ്ട് തന്നെ ആ ചേരിയിൽ നിന്ന് കൊടുക്കേണ്ട എന്നുള്ളതുകൊണ്ട് ഇന്ത്യ അത് നിരസിക്കായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നീട് വന്ന അവസരങ്ങളൊക്കെ നമ്മൾ അത് ഉപയോഗപ്പെടുത്തിയില്ല. കാരണം ഈ അമേരിക്കക്ക് വലിയ മേധാവിത്വമുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇത്. യു എൻ മാത്രമല്ല, അതിന്റെ രക്ഷാസമിതിയിലെ വമ്പന്മാർ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഐക്യരാഷ്ട്ര രക്ഷാസമിതി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചേർന്നതാണ്. എല്ലാ രാജ്യങ്ങളും എന്ന് പറഞ്ഞാൽ 204ഓളം രാജ്യങ്ങളുണ്ട്. എല്ലാവർക്കും അംഗത്വമില്ല. എനിക്ക് തോന്നുന്നു 193 രാജ്യങ്ങൾക്കോ മറ്റോ അംഗത്വമുണ്ട്. ഈ 193 രാജ്യങ്ങൾ ജനറൽ ബോഡി ചേർന്നിട്ട് ഒരു തീരുമാനമെടുത്താൽ പോലും അത് നടപ്പാക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുക ഈ രക്ഷാസമിതിയാണ്. UN സെക്യൂരിറ്റി കൗൺസിൽ. അതിൽ 5 വമ്പന്മാരേ ഉള്ളൂ. അവർ സ്ഥിരം അംഗങ്ങളാണ്. അവരൊരിക്കലും മാറൂല. അവരെ വേറൊരാൾ എടുക്കുകയില്ല. ഈ 5 പേര് എന്ന് പറഞ്ഞാൽ ആരാ? ഒന്ന് അമേരിക്കയാണ്, ഒന്ന് ബ്രിട്ടനാണ്, US-ഉം UK-യുമാണ്. പിന്നെ അന്നത്തെ 2 വമ്പന്മാര്, ഒന്ന് തീർച്ചയായിട്ടും ചൈനയും റഷ്യയും ഉണ്ട്, 2 പേര് അന്ന്. പിന്നെ അപ്പത്തരായി 4ആയി. 5-മത്തെ ആള് ഫ്രാൻസുമാണ്. ഫ്രാൻസ് അന്നും ഇന്നും മോശമല്ലാത്ത വമ്പൻ ശക്തിയാണ്. ഈ 5 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അതിൽ ഇന്ത്യക്ക് ഒരു അംഗമാകാൻ അന്ന് തോന്നിയില്ല. അത് എന്തായാലും അത് മണ്ടത്തരമാണ് ആയിരുന്നു എന്ന് ഇന്ന് വേണം എന്ന് നമുക്ക് കരുതണം. പക്ഷെ ഇപ്പോ ഇന്ത്യ വേണമെന്ന് ഇന്ത്യയേക്കാൾ കൂടുതൽ ഇന്ത്യ ന്യായമായ രീതിയിൽ ആവശ്യപ്പെട്ട് പോരാറുണ്ട് എല്ലാ ജനറൽ കൗൺസിലും. പക്ഷെ ഇന്ത്യയല്ല ആവശ്യപ്പെടേണ്ടത്. ഇന്ത്യ ആവശ്യപ്പെട്ടാൽ കിട്ടുകയുമില്ല. ഈ സെക്യൂരിറ്റി കൗൺസിൽ നേരത്തെയുള്ള സ്ഥിരാംഗമായ റഷ്യ ഈ കഴിഞ്ഞ ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ചത് ഇന്ത്യക്ക് വേണ്ടിയാണ്. ഇന്ത്യയെക്കുറിച്ച് അവർ പറഞ്ഞ വാക്കെന്താ വെച്ചാൽ, ഇന്ത്യ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നിങ്ങൾ ദക്ഷിണ ധ്രുവമുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ലോകത്തിലെ ഭൂമിയിലെ ധ്രുവങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ തെക്കും വടക്കുമായിട്ട് തിരിച്ചാൽ ഈ തെക്കൻ ശബ്ദമാണ് ഏറ്റവും ശക്തമായ തെക്കൻ ശബ്ദമാണ്. എന്നുവെച്ചാൽ ഭൂമിയുടെ പകുതിയിൽ വമ്പിച്ച തോതിൽ പ്രതിധ്വനിക്കുന്ന ശബ്ദമാണ് ഇന്ത്യയുടെ ശബ്ദം. അത് ചെവിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് വാദിച്ചു. റഷ്യയുടെ വിദേശകാര്യമന്ത്രിയാണ് പങ്കെടുത്തത്. റഷ്യയുടെ വിദേശകാര്യമന്ത്രിയുടെ പേര് സെർഗെയ് ലാവ്റോവ് എന്നാണ്. ലാവ്റോവ് അതിശക്തമായിട്ട് ആവശ്യപ്പെട്ടു. മാത്രമല്ല അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാലം മാറുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കാത്തത്. കാലം മാറുന്നത് എന്താണ് കാര്യം? 1945 2ാം ലോക മഹായുദ്ധം തീർന്നപ്പോൾ ഉണ്ടായതാണ് ഐക്യരാഷ്ട്രസഭ. 80 കൊല്ലം കഴിഞ്ഞത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? 80 കൊല്ലം കൊണ്ട് ലോകം എന്തുമാത്രം മാറി. ലോകത്തിന്റെ മുഖങ്ങൾ മാറി, ലോകത്തിന്റെ നേതൃത്വം മാറി, ലോകത്തിന്റെ ശക്തി ബലാബലം മാറി, ഒക്കെ മാറിയില്ലേ? എന്നിട്ടും എന്താ നമ്മൾ മാറ്റാത്തത്? 45-ൽ 80 കൊല്ലം മുമ്പ് തീരുമാനിച്ചു വെച്ചതാണ് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഞങ്ങളൊക്കെ മതി എന്ന് പറഞ്ഞ 5 പേര്. അത് മതിയോ? ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ലോകത്ത് നേറിയ മുന്നേറ്റം നിങ്ങൾ എന്താണ് കാണാത്തത്? അതുകൊണ്ട് ഇന്ത്യ ഇല്ലാതെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിക്ക് എന്താണ് അർത്ഥമുള്ളത്? പുതിയ ലോകത്ത് ഇന്ത്യ ഒരു വമ്പിച്ച ശക്തിയായി മാറിയിട്ടില്ലേ? അവരെ അവഗണിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാവും എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ വേറൊരു കാര്യം, നിങ്ങൾ ഈ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി അതിന്റെ നിർവാഹക സമിതിയാണല്ലോ സെക്യൂരിറ്റി കൗൺസിൽ. ഈ സെക്യൂരിറ്റി കൗൺസിലുള്ള 5 രാജ്യങ്ങൾ എടുത്തു നോക്കൂ. യൂറോ അമേരിക്കനാണ്. ഒന്നുകിൽ അമേരിക്കൻ ഭാഗത്ത് നിന്ന് അമേരിക്കയുണ്ട്, യൂറോപ്പ്, ബാക്കിയൊക്കെ യൂറോപ്പല്ലേ. ഇപ്പോൾ ചൈന മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം യൂറോപ്പാണല്ലോ. ഈ യൂറോ അമേരിക്കൻ ഒരു കേന്ദ്രീകരണമാണോ ഐക്യരാഷ്ട്രസഭ? എന്നിട്ട് അവർ ചോദിക്കുന്നത് എവിടെയാണ് ഏഷ്യയിലെ വമ്പൻ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായ ഇന്ത്യയില്ല, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്നൊരു പ്രതിനിധിയില്ല, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് പ്രതിനിധിയില്ല. ഇതൊക്കെ ഇല്ലാതെ എങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും സഭയായി തീരുന്നത് എന്നാണ് ചോദ്യം. അങ്ങനെ ചോദിച്ചുകൊണ്ട് കത്തിക്കയറി ഗംഭീരമായ പ്രസംഗമായിരുന്നു അത്. അതുകൊണ്ട് ഇതുകൊണ്ടാണ് UN ഇപ്പോൾ ഒന്നും അല്ലാതായത്. UN ഇപ്പോൾ യാതൊരു റോളും ഇല്ലല്ലോ. UN എന്താണ് ചെയ്യുന്നത്? UN എന്ത് ചെയ്യണമെന്ന് പറയേണ്ടത് രക്ഷാസമിതിയാണ്. എന്താണ് അവർ പറയാത്തത്? എന്താ കാര്യം? ഈ ഐക്യരാഷ്ട്രസഭയുടെ സേവനം ആവശ്യമുള്ള എവിടെയും അതിൻ്റെ സാന്നിധ്യം കാണുന്നില്ല. റഷ്യയും ഉക്രൈനും തമ്മിൽ ഞങ്ങളും ഉക്രൈനും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. വേണമെന്നോ വേണ്ടെന്നോ പറയാൻ, അല്ലെങ്കിൽ അതിലിടപെടാൻ വേണമെങ്കിൽ ഐക്യരാഷ്ട്രക്ക് തന്നെ സ്വന്തം സേനയുണ്ട്. അത് അയച്ചു കൊടുത്തിട്ട് ശരിയും തെറ്റും തീരുമാനിക്കാൻ നിങ്ങൾ എവിടെയുണ്ട്? ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ നിങ്ങൾ എവിടെയുണ്ടായി? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി അവർ തന്നെ നിർത്തി എന്നല്ലാതെ ഐക്യരാഷ്ട്രസഭയിൽ എന്ത് റോള് വഹിച്ചു?
അതുകൊണ്ട് ആർക്കും വേണ്ടാത്തൊരു പ്രസ്ഥാനമായി ഐക്യരാഷ്ട്രസഭ മാറുന്നത് കാലത്തിനൊത്ത് മാറാത്തത് കൊണ്ടാണ്, ലോകത്തിൻ്റെ മാറ്റം കാണാത്തത് കൊണ്ടാണ്, ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ ശക്തികളെ ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് എന്ന് ശക്തമായി വാദിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. കൂട്ടത്തിൽ അദ്ദേഹം 2 കാര്യങ്ങളും കൂടി പറഞ്ഞു. ഇവിടെ പലരും ഞങ്ങളും ഇന്ത്യയും തമ്മിലുള്ള എണ്ണ ഇടപാടിനെ വിമർശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് അവകാശം? അമേരിക്ക നേരെ കൃത്യമായിട്ടിട്ട് കൊടുത്തതാണ്. അവർക്ക് എന്താണ് അവകാശമുള്ളത്? ഞങ്ങൾ മാന്യമായ കരാറുണ്ടാക്കി എണ്ണ കച്ചവടം നടത്തുന്നുണ്ട്, ഞങ്ങളും ഇന്ത്യയും തമ്മിൽ. ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും, ഇന്ത്യ വാങ്ങുകയും ചെയ്യും. ആരുണ്ട് തടയാൻ എന്ന് ചോദിച്ച് വളരെ വെല്ലുവിളി നിറഞ്ഞ പ്രസംഗമാണ്. അവസാനം ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഈ പ്രസംഗത്തിൽ. ഇത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഇനി നിങ്ങൾ കണ്ടോ, ആഗോള ബന്ധങ്ങളിൽ വലിയ മാറ്റം വരാൻ പോവുകയാണ്. ലോകത്തിൽ ആർക്കും അവഗണിക്കാനാവാത്തൊരു ശക്തിയായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. ആ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം, ഞങ്ങളുമായുള്ള ആത്മബന്ധം ഊട്ടിയുറപ്പിക്കാൻ പോവുകയാണ്. ഈ വരുന്ന ഡിസംബറിൽ ഞങ്ങളുടെ പ്രസിഡന്റ് വ്ളാദിമിർ പുച്ചിൻ ഇന്ത്യയിലേക്ക് പോവുകയാണ്. നിങ്ങൾ കണ്ടോ, ചിലതൊക്കെ നടക്കും. ഞങ്ങൾ ചില കരാറുകൾ ഒപ്പിടാൻ പോവുകയാണ്. ഞങ്ങൾ കൃത്യമായ ധാരണയുണ്ടാക്കി പുതിയ ലോകത്ത് ചില നിലപാടുകൾ എടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഈ ഭീഷണിയുടെ കാലം കഴിഞ്ഞു. ഏതെങ്കിലും വമ്പൻ ശക്തികൾ വന്നിട്ട് ലോകത്തിലെ ജനാധിപത്യ ശക്തികളെ തോൽപ്പിച്ച് കളയാം, ഭീഷണിപ്പെടുത്തി കളയാം, പട്ടിണിക്കിട്ട് കളയാം, ഇങ്ങനെ ദാരിദ്ര്യത്തിൽ മുക്കി കൊന്നുകളയാമെന്ന് വിചാരിക്കേണ്ട. ആ കാലം കഴിഞ്ഞിരിക്കുന്നു. കാലം മാറിയത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതാ ലോകം മനസ്സിലാക്കിയിരിക്കുന്നു. ഈ പുച്ചിൻ ഇന്ത്യയിൽ വരുന്നതോടുകൂടി ഒരു പുതിയ അധ്യായം തുറക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലാവ്റോവിൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ലാവ്റോവിൻ്റെ പ്രസംഗം ഈ ഐക്യരാഷ്ട്രസഭയിൽ തന്നെ വലിയ നടുക്കമുണ്ടാക്കി, ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അത് വലിയ ആവേശം ഉണ്ടാക്കി, ഇന്ത്യക്കാർക്കാണെങ്കിൽ അത്യാവേശവും ഉണ്ടാക്കി. അത്തരത്തിലാണ് തീർച്ചയായിട്ടും അതിനോട് ഒരു കാര്യം തീർച്ചയാണ്, ഈ നീക്കത്തെ ആരാണ് എതിർക്കാൻ പോകുന്നത് നമുക്കറിയാം. ആരാണ് എതിർക്കാൻ പോകുന്നത്? ഈ നീക്കത്തിന്റെ പിന്നിൽ ഒരു ചെറിയ താല്പര്യം കൂടിയുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളെ ഓരോന്നിനെയായി ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ എത്തിക്കണമെന്ന് റഷ്യക്ക് നിർബന്ധമുണ്ട്, ചൈനയ്ക്ക് നിർബന്ധമുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിൽ 2 എണ്ണം ഇപ്പോൾ ആൾറെഡി ഉണ്ട്. ചൈനയും റഷ്യയും രക്ഷാസമിതിയിലുണ്ട്. കൂട്ടത്തിൽ ആകെ 5 അംഗങ്ങളെ ഉള്ളൂ. അതിനകത്ത് ഒരാൾ കൂടി കയറി കിട്ടിയാൽ ഭൂരിപക്ഷമായി. അപ്പൊ ഇന്ത്യ കൂടി വന്നു കഴിഞ്ഞാൽ ബ്രിക്സ് രാജ്യങ്ങൾ തീരുമാനിക്കും ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം എന്താവണം, എന്ത് തീരുമാനിക്കണം, എന്ത് നടപ്പാക്കണം. അതുകൊണ്ട് അമേരിക്കൻ മേധാവിത്വം അപ്പുറത്തുള്ളത് പിന്നെ അമേരിക്കയും UK-യുമാണ്. ഫ്രാൻസ് പോലും പൂർണ്ണമായിട്ട് ഇപ്പോൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കില്ല. അപ്പോൾ വേണമെങ്കിൽ ഫ്രാൻസിന്റെ കൂടി പിന്തുണയോടെ പല കാര്യങ്ങളിലും UK-യും അമേരിക്കക്ക് അത്ര അനുകൂലമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു നിർണായകമായ ഘട്ടം വന്നാൽ ബ്രിക്സ് രാജ്യങ്ങളിൽ 3 എണ്ണത്തിന് റഷ്യയും ചൈനയും ഇന്ത്യയും ചേർന്നാൽ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. തന്ത്രപൂർവമായ നീക്കമാണ്, വലിയ ലക്ഷ്യങ്ങൾ വെച്ചുള്ള നീക്കമാണ്. തീർച്ചയായിട്ടും ആ നീക്കം ഇന്ത്യക്ക് വേണ്ടിയാണ്. ഇന്ത്യക്ക് ലോകത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. റഷ്യയുടെ തീരുമാനത്തിന് നമ്മൾ കൈയടിക്കേണ്ടത് ന്യായമായ നമ്മുടെ ആവശ്യം മാത്രമാണ്, നമ്മുടെ ബാധ്യതകൾ മാത്രമാണ്. നമുക്ക് റഷ്യയോട് നന്ദി പറയാം. നമുക്ക് റഷ്യയോട് തോളോട് തോൾ ചേർന്ന് അമേരിക്കക്കെതിരായുള്ള മുന്നേറ്റത്തെ ശക്തിപ്പെടുത്താം.